മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചിലർ തന്റെ ചോര കുടിക്കാൻ കാത്തിരിക്കുന്നു. ഗണേഷ് കുമാർ. ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച വിവാദ ആരോപണങ്ങളിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ രാജിവെക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് ഗണേഷ് കുമാർ കാര്യങ്ങൾ വിശദീകരിച്ചു. മന്ത്രി ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ പരാതി കുടുംബ പ്രശ്നമെന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുമ്പോഴും LDF സർക്കാരിനെതിരെ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയരുകയാണ്. ചിലർ തന്റെ ചോര കുടിക്കാൻ കാത്തിരിക്കുകയാണെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് KSRTCയുടെ ഒരു പരിപാടിയിൽ സംസാരിക്കവേ വ്യക്തമാക്കി. ഇതിനെ മന്ത്രിയെന്ന നിലയിലുള്ള തന്റെ വിടവാങ്ങൽ പ്രസംഗമായി കണക്കാക്കാമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മന്ത്രിക്ക് വിലയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസമാണ് ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയത്. KB ഗണേഷ് കുമാറിനെ വാളകത്തെ കുടുംബ വീട്ടിൽ മറ്റൊരു സ്ത്രീയോടൊപ്പം കണ്ടെന്നും തനിക്ക് നേരെ മന്ത്രിയുടെ ജീവനക്കാർ ബലപ്രയോഗം നടത്തിയെന്നുമാണ് കഴിഞ്ഞ ദിവസം ഭാര്യ ബിന്ദു മേനോൻ വെളിപ്പെടുത്തിയത്. തുടർന്ന് ഗണേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. അതേസമയം ഇന്ന് രാവിലെ ഗണേഷ് കുമാറിനെതിരായുള്ള ഭാര്യയുടെ ആരോപണം ഒത്തുതീർപ്പിലായി. ഗണേഷ് കുമാർ ക്ഷമാപണം നടത്തിയെന്ന് ബിന്ദു പറഞ്ഞു. ഗണേഷ് തന്റെ സഹോദരിയോട് സംസാരിച്ചെന്നും മാപ്പ് പറഞ്ഞെന്നുമാണ് ബിന്ദു വ്യക്തമാക്കിയത്. പിന്നാലെ ഗണേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന നിലപാട് മുന്നണിയെടുത്തു. ആരോപണം അടഞ്ഞ അധ്യായമാണെന്നാണ് സ്പീക്കർ AN ഷംസീർ പ്രതികരിച്ചത്. മാധ്യമങ്ങൾ കൊണ്ടുവന്നത് ഒരു കുടുംബ പ്രശ്നമാണെന്നും അത് അവർ തന്നെ പരിഹരിച്ചുവെന്നാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നതെന്നും AN ഷംസീർ പറഞ്ഞു. അവർ വന്നു പറഞ്ഞ കാര്യങ്ങളാണ് മാധ്യമങ്ങൾ കൊടുത്തത്. സ്വാഭാവികമായി അവർ തന്നെ പറഞ്ഞു അത് തീർന്നുവെന്ന്. കുടുംബ പ്രശ്നങ്ങളൊന്നും രാഷ്ട്രീയ പ്രശ്നമായി മാറുമെന്ന് വിശ്വസിക്കുന്നില്ല. അത് രാഷ്ട്രീയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ സഭയൊന്നുമില്ല. 2-3 ദിവസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. പിന്നീടുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് AN ഷംസീർ വ്യക്തമാക്കി.